ജൂലൈ 5 വിശുദ്ധ ആൻ്റണി മേരി സക്രിയ. 1502 മുതൽ 1539 വരെ കാലഘട്ടം. ബാർണബൈറ്റ്സ് എന്ന സഭയുടെ സ്ഥാപകനായ ഫാദർ ആൻ്റണി മേരി സക്രിയ ഇറ്റലിയിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മ 18-ാം വയസ്സിൽ വിധവയായതിനാൽ മകൻ്റെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കുന്നതിന് അവൾ സ്വയം സമർപ്പിച്ചു. 22-ാമത്തെ വയസ്സിൽ ഒരു ബിഷഗ്വര പരീക്ഷ ജയിച്ച് ആൻ്റണി ക്രെമോണയിൽ ദരിദ്രരുടെ ഇടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വൈദിക പഠനം നടത്തി. 28-ാമത്തെ വയസ്സിൽ വൈദികനായി. ഉടനടി ഫാദർ ആൻ്റണി മിലാനിലേക്ക് പോവുകയും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ ഓരോ സന്യാസ സഭ സ്ഥാപിക്കാൻ തുടങ്ങുകയും ചെയ്തു. വൈദികരുടെയും സന്യാസികളുടെയും ജീവിത നവീകരണമായിരുന്നു ലക്ഷ്യം. മാർട്ടിൻ ലൂതറിൻ്റെ മതവിപ്ലവം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് വിശുദ്ധ പൗലോസിൻ്റെ ശിഷ്യനായ വിശുദ്ധ ബാർണബാസിൻ്റെ നാമത്തിൽ ബാർണബൈറ്റ്സ് എന്ന് ഫാദർ ആൻ്റണി പുരുഷ വിഭാഗത്തിന് പേരിട്ടുകൊണ്ട് ആ സന്യാസ സഭ സ്ഥാപിക്കുന്നത്. പള്ളിക്കകത്തും തെരുവീതിയിലും അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. പരസ്യ പ്രായശ്ചിത്തം ചെയ്യുവാനും അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല. അൽമായ പ്രേഷിതത്വം, അടുത്തടുത്തുള്ള ദിവ്യകാരുണ്യ സ്വീകരണം, 40 മണി ആരാധന, പീഡാനുഭവ സ്മരണയ്ക്കായി എല്ലാ വെള്ളിയാഴ്ചകളിലും 3 മണിക്ക് പള്ളിയിൽ മണിയടിക്കുക മുതലായ കാര്യങ്ങൾ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ 2 സഭകളെയും കുറ്റപ്പെടുത്തിയതുകൊണ്ട് അവ പലപ്പോഴും ഔദ്യോഗിക സന്ദർശനത്തിന് വിധേയമായി. 2 പ്രാവശ്യവും കുറ്റമില്ലെന്ന് തെളിഞ്ഞു. ഒരു ധ്യാനത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഗിയായി ഫാദർ ആൻ്റണി സ്വഭവനത്തിലേക്ക് നയിക്കപ്പെട്ടു. അവിടെ അമ്മയുടെ ശുശ്രൂഷകൾ സ്വീകരിച്ച് തൻ്റെ 36-ാമത്തെ വയസ്സിൽ അദ്ദേഹം ദിവംഗതനായി. മിലാൻ്റെ അപ്പസ്തോലനായിട്ടാണ് ഫാദർ ആൻ്റണി അറിയപ്പെട്ടിരുന്നത്. ഒരു കുരിശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ പീഡാനുഭവത്തെപ്പറ്റിയും അനുതാപത്തിൻ്റെ ആവശ്യകതയെപ്പറ്റിയും തെരുവീതികളിൽ ചുറ്റി നടന്ന് അദ്ദേഹം പ്രസംഗിച്ചിരുന്നു. ആഞ്ചലിക്കൻസ് ഓഫ് സെയിൻറ്റ് പോൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സന്യാസിനി വിഭാഗം സ്ത്രീകളുടെ സന്മാർഗ നിലവാരം വളരെയേറെ ഉയർത്തി. അദ്ദേഹം മരിച്ച് 27 വർഷങ്ങൾക്ക് ശേഷവും ശരീരം അഴിഞ്ഞിരുന്നില്ല. മിലാനിലെ വിശുദ്ധ പൗലോസിൻ്റെ ദേവാലയത്തിൽ നിന്ന് വിശുദ്ധ ബാർണബാസിൻ്റെ ദേവാലയത്തിലേക്ക് ആ ഭൗതിക ശരീരം മാറ്റി സ്ഥാപിച്ചു. 13-ാം ലിയോ മാർപ്പാപ്പ 1897 മെയ് 27 ഫാദർ ആൻ്റണി മേരി സക്രിയയെ വിശുദ്ധൻ എന്ന് നാമകരണം ചെയ്തു. വചനം 1 കൊറിന്തോസ് 6-ാം അധ്യായം 20-ാം വാക്യം. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. വിചിന്തനം. ക്രിസ്തുവിൻ്റെ സ്വരമായി തീരുവാനാണ് ഫാദർ ആൻ്റണി മരിയ സക്രിയ ആഗ്രഹിച്ചത്. അദ്ദേഹം വിശുദ്ധ പൗലോസ് ലീഹായുടെ ലേഖനങ്ങളിലൂടെ ക്രിസ്തുവിനെ ആഴമേറി മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്തു. വളരെ കുറഞ്ഞ നാളുകളെ അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ ആയുസ്സുണ്ടായിരുന്നുള്ളൂവെങ്കിലും ഒരു മനുഷ്യായുസ്സിൽ പൂർണ്ണതയിൽ എത്രത്തോളം ചെയ്യുവാൻ സാധിക്കുമോ അതിൻ്റെ പരിപൂർണതയിൽ തന്നെയാണ് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയത്. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 3-4 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: തന്നിൽ പാപമില്ലെന്ന് പറയുന്നവൻ നുണയനാണ് എന്ന് സ്വയം വിളിച്ചു പറയുന്ന അധ്യാപകന്മാരെയാണ് ഇന്ന് വേണ്ടത്. ജനങ്ങൾ അവികലമായ ഉപദേശം ശ്രവിക്കാതെ തങ്ങളുടെ ദുരാശകൾക്ക് അനുയോജ്യമായ ഉപദേശങ്ങൾ നൽകുന്നവരുടെ പിന്നാലെ പോകുന്നത് വിനാശകാരണമായിരിക്കും.